ദിലീപിന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും മൈനാറല്ലേ. ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ മാനക്കേടാണ്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രക്കാരായിരിക്കണം? നിങ്ങൾ വിചാരിക്കും ഇവർ സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഒരിക്കലുമില്ല. നിങ്ങൾ വിചാരിക്കും ഇവർ കാസ്റ്റ് നോക്കുന്നുണ്ടാവും, അതായത് ദളിത് വിഭാഗത്തിന് വേണ്ടിയായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അതുമല്ല, ഇവർക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങളെ ആരെങ്കിലും എവിടെയെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം രാഷ്ട്രീയം നോക്കും. ഇടതുപക്ഷ രാഷ്ട്രീയമാണെങ്കിൽ ഇവർ വാ തുറക്കത്തില്ല. ആ പെണ്ണിനെ വേണേ നല്ല ചീത്ത വിളിക്കും, നീ ഇതിനടി നിന്നുകൊണ്ടെന്ന് ചോദിക്കും. എന്നാൽ BJP കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഒരു വാ തുറക്കും. ഇതെന്ത് തരം ഫെമിനിസമാണ്? ഇപ്പൊ നിങ്ങൾ ഏത് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത്? വേടൻ നേരിട്ട് ബലാത്സംഗം ചെയ്തു, അതുകൊണ്ട് വേടന്റെ വിഷയം വേറെ, അത് മറ്റൊരു മാഡം പറഞ്ഞാണ് കേട്ടോ. എന്നാലും ഇവരും വേടന്റെ ഒപ്പം തന്നെയാണ്. വേടന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കും, വേടന്റെ പരിപാടികൾക്കല്ലേ അവർ പോകും. ഇവരുടെ കാഴ്ചപ്പാടിൽ വേടൻ ബലാത്സംഗം ചെയ്ത പെണ്ണുങ്ങളൊന്നും കൊള്ളത്തില്ല, അവളുമാരൊക്കെ അവരെ ഇഷ്ടത്തിന് നിന്നു കൊടുത്താണ്. വേടന്റെ കേസിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. എന്നെ ആദ്യം തള്ളിയിട്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു, പിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. അവരും വിചാരിച്ചു നല്ല കാര്യം എന്ന് പറഞ്ഞു നിന്നു. അപ്പൊ ഇവരുടെ പിന്തുണ അങ്ങനെയുള്ളവർക്കേ കിട്ടുള്ളൂ. ഇവിടെ നടിക്ക് സൗന്ദര്യമുണ്ട്, പണമുണ്ട്, പ്രശസ്തയാണ്. അപ്പുറത്ത് വേടന് പണമുണ്ട്, ആരാധകരുണ്ട്, പ്രശസ്തനാണ്. അപ്പൊ ഇപ്പുറത്ത് വേണേ ദിലീപിനൊപ്പം ഇവർക്ക് നിൽക്കാലോ. ദിലീപിന്റെ പണമില്ലേ, അയാൾ ഇതുപോലുള്ള നിങ്ങളെയൊന്നും എടുക്കാറില്ല. ഇങ്ങനെ ആൾക്കാരെ മതം നോക്കി, പണം നോക്കി, നിറം നോക്കിയൊക്കെ ഇവർ ഇങ്ങനെ വേർതിരിച്ച് നിർത്തിയിട്ടുള്ള, രാഷ്ട്രീയം നോക്കി സ്ത്രീത്വം വിളമ്പുന്ന, ഫെമിനിസം വിളമ്പുന്ന ഇത്തരം കാര്യമൊന്നും ഇയാളൊന്നും ചിലപ്പോൾ വീട്ടിൽ പോലും കേട്ടുന്നുണ്ടാവില്ല. അതായിരിക്കും ഇവരുടെയൊക്കെ വിഷമം. മറ്റേ ചേച്ചിക്ക് വേടനോട് ഭയങ്കര ആരാധനയായിരുന്നു. വേടൻ തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത പോലെ ദിലീപ് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്യാത്തതാണ് ചേച്ചിയുടെ പ്രശ്നം. വേടൻ തള്ളിയിട്ട് നേരിട്ടാണല്ലോ ബലാത്സംഗം ചെയ്തത്. ദിലീപ് കൊള്ളൂല, ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്ന് ഇവർ പറയുന്നു. കോടതി പറയുന്നില്ല, ജനങ്ങളും പറയുന്നില്ല, പക്ഷെ ഇവർ പറയുന്നു. അപ്പൊ ഇവർ പറയുന്നത് കൊണ്ട് അത് സത്യമായിരിക്കണം. ശരിക്കും ചില ദളിത് പെൺകുട്ടികൾ വിചാരിക്കും ഞാൻ ദളിതയായോണ്ട് ചിലപ്പോൾ ഇവരാരെങ്കിലും കൂടെ വെക്കുന്നത്. അത് നിൽക്കത്തില്ല. നിന്നെ ബലാത്സംഗം ചെയ്യുക, പീഡിപ്പിക്കുക ചെയ്യുന്നത് വേറൊരു വേടനാണ് എങ്കിൽ അവിടെ നീ ഒറ്റപ്പെടത്തേ ഉള്ളൂ, നീ കൊള്ളരുതാത്തവളാവത്തേ ഉള്ളൂ. കാര്യം ഈ വേടൻ പീഡിപ്പിച്ച ഒരു ഡോക്ടർ അവർ SC ആണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എനിക്ക് ആ റിപ്പോർട്ട് അങ്ങനെ കേട്ടതുപോലെ തോന്നുന്നു. അപ്പൊ ആ പെൺകുട്ടി കൂടെ അല്ല. അങ്ങനെ നിറവും പണവും കാസ്റ്റും പൊളിറ്റിക്സും ഒക്കെ നോക്കി മാത്രം ഫെമിനിസം വിളമ്പുന്ന ഇത്തരക്കാരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇത്തരം കപട നവോത്ഥാനവാദികളെയും നിങ്ങൾ തിരിച്ചറിയണം. ഇവർക്കൊക്കെ പ്രത്യേക രാഷ്ട്രീയം, പ്രത്യേക അജണ്ട, പ്രത്യേക വീക്ഷണ കോണകമൊക്കെ ഉണ്ട്. ആ കോണകത്തിലൂടെ മാത്രമേ ഇവർ നോക്കത്തുള്ളൂ. മോഹൻലാൽ പോസ്റ്റർ ഇറക്കിയതായി തെറ്റ്, മോഹൻലാൽ കൂടെ അഭിനയിച്ചതായി പോയി തെറ്റ്. പലപ്പോഴും പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് അയാളുടെ പേഴ്സണൽ കാര്യം വേറെ, സിനിമ വേറെ എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും പോലും കോമൺ സെൻസും ബുദ്ധി ഇല്ലാത്തവര് ഇവരൊക്കെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എൻ്റെ ഇത്രയും മന്ദബുദ്ധികളെ നമ്മൾ എങ്ങനെയാ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക? അത് പറ്റത്തില്ല. ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ തലച്ചോറിലിരിക്കുന്ന ഇവരുടെ രാഷ്ട്രീയം ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. അത് ഈ ചെറുപ്രായത്തിലെ തലയിൽ കുത്തിവെച്ച വിഷമാണ് ഇവരുടെ ഉള്ളിലിരിക്കുന്നത്. ആ വൈറസ് സമൂഹത്തിലേക്ക് പടരുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് നമ്മളിവിടെ ആന്റിവൈറസ് ഉത്പാദിപ്പിക്കും.